പ്രതി ആദ്യമേ തന്നെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം കണ്ടെത്തിയതിന് നന്ദിയുണ്ട്. വിഷു ആശംസകൾ. എങ്ങനെയുണ്ട് ഈ തിരക്കിനിടയിലെ വിഷു ആശംസ എല്ലാവർക്കും. വിഷു സദ്യ എല്ലാവരുടെയും ഒപ്പമാണ്, എൻ്റെ ടീമിൻ്റെ ഒപ്പം. പലരും ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓരോ ഭാഗത്ത് വന്നിട്ട് നമ്മളെ പിന്തുണ തരാൻ. അപ്പോൾ അവരെല്ലാവരും ക്ഷണിച്ച് അവർക്കൊരു കേരള സദ്യ കാണിച്ചു കൊടുക്കാനും നമ്മളുടെ നാട്ടുകാർ, നമ്മളുടെ ഇവിടെ സ്ഥിരം പ്രവർത്തിക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വിഷു ആഘോഷം, അതാണ് നമ്മുടെ സദ്യ. അല്ലെങ്കിൽ ബാക്കി പ്രോഗ്രാംസൊക്കെ പ്രചരണം ഓടി നടക്കുക തന്നെ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് സദ്യ ഒരുക്കുന്നുണ്ട്, പിന്നാണ് അത് ചെയ്യണ്ടേ. ഇവരൊക്കെ എൻ്റെ അവിടുത്തെ ടീമാണ്. എനിക്ക് ഡൽഹി ഓഫീസുണ്ട്, ഇവിടുത്തെ ഓഫീസുണ്ട്. അപ്പോൾ ഡൽഹി ഓഫീസും കേരള ഓഫീസും എല്ലാവരും മൊത്തത്തിൽ ഇവിടെ പ്രചാരണത്തിൽ ഇറങ്ങി. കേരളത്തിൽ നിന്ന് വിഷു ആഘോഷിച്ചതിലും കൂടുതൽ ഒരു പക്ഷേ ഈ രാജ്യത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ വിഷു ആഘോഷിച്ച ഒരാളായിരിക്കും അല്ലേ? അല്ല, വിഷു ആഘോഷങ്ങൾ ഞാൻ UN കാലത്തിൽ ലോകം മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ UN വേണ്ടി ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ മലയാളികൾ കൂടി ചിലപ്പോൾ ഓരോരോ കുടുംബം ഓരോ ഡിഷ് കൊണ്ടുവരും. ഇപ്പോൾ സദ്യ ആയിരിക്കില്ല, പക്ഷേ സദ്യ പോലെ എല്ലാവരും ഓരോ ഡിഷ് കൊണ്ടുവന്ന് കഴിക്കുന്നത്, അത് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രസം തന്നെ. പക്ഷേ മലയാളി കുടുംബത്തിൻ്റെ ഒപ്പം പങ്കെടുക്കാൻ, നമ്മുടെ സ്വന്തം വീട്ടുകാരൊപ്പം പങ്കെടുക്കാനുള്ള സന്തോഷം അത് ശരിക്കും ഇന്ത്യക്ക് തിരിച്ചും വന്ന ശേഷമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവും തിരക്കുമൊക്കെയുണ്ട്, അപ്പോൾ കണി കാണലും പരിപാടികളുമൊക്കെ അമ്മയും എൻ്റെ സഹോദരിയും എൻ്റെ ഒപ്പം താമസിക്കുകയാണ് എൻ്റെ തിരുവനന്തപുരം ഫ്ലാറ്റിൽ. എല്ലാ കൊല്ലം കണികാളിനൊക്കെ ഉണ്ടാവും. എല്ലാ കൊല്ലവും ചിലപ്പോൾ അവർ ഒരുമിച്ച് ഡൽഹിയിലുണ്ടായിരുന്നു. 1-2 തവണ എൻ്റെ 2 സഹോദരിമാർ വരാൻ സാധിച്ചു. ഈ തവണ എൻ്റെ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന സഹോദരിക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ താമസിക്കുന്ന സഹോദരിയും എൻ്റെ അമ്മയും ഞാനും ഞങ്ങൾ 3 എന്തായാലും കണി കാണും. കൈനീട്ടമൊക്കെ കിട്ടാറുണ്ട്. കൈനീട്ടം എനിക്ക് കിട്ടാൻ നമ്മുടെ നിന്ന് കിട്ടാനല്ലോ, അമ്മയ്ക്ക് കൂടുതൽ കാശില്ല. അപ്പം ഞാൻ കൈനീട്ടം കിട്ടാൻ നിർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇത്തവണ തിരുവനന്തപുരംകാർ കൈനീട്ടമായ ഒരു വിജയം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനു വേണ്ടി കൈനീട്ടുണ്ട് നമ്മൾ. വോട്ട് വേണം. എല്ലാവർക്കും ഒരൊറ്റ അഭ്യർത്ഥനമേ ഉള്ളൂ, വോട്ട് തരൂ, അനുഗ്രഹം തരൂ, പ്രാർത്ഥിക്കൂ, പക്ഷെ അവസാനത്തിൽ ജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. നന്ദി. ഒരു കൂടി വിശ്വാസിച്ചു. നന്ദി.